ഇസ്ലാം വ്യാപിപ്പിക്കാനായി മുഹമ്മദ് ബക്തിയാർ ഖിൽജി നശിപ്പിച്ച നളന്ദ സർവകലാശാലയ്ക്ക് പുതിയ മുഖം നൽകി ഒരു ചരിത്ര നിമിഷത്തിന് തുടക്കമിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണ്ട് തുർക്കി അഫ്ഗാൻ ചക്രവർത്തി മുഹമ്മദ് ബക്തിയാർ ഖിൽജി തരിപ്പണമാക്കിയ നളന്ദ സർവകലാശാലയ്ക്ക് പുതിയ മുഖം വരുന്നു. നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് നരേന്ദ്രമോദി ഇന്ന്, അതായത് ബുധനാഴ്ച, രാജ്യത്തിന് സമർപ്പിക്കും. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ മേധാവികൾ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതുവഴി മറ്റൊരു ചരിത്ര നിമിഷത്തിന് ഭാഗമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ അക്ഷയഖനി എന്നാണ് നളന്ദ സർവകലാശാല അറിയപ്പെടുന്നത്. ബീഹാറിലെ പാടലിപുത്രയിൽ, അതായത് ഇന്നത്തെ പാറ്റ്നയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് പഠനത്തിന്റെ കേന്ദ്രമായ പഴയ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത്. നളന്ദയുടെ കാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. 1190കളിലാണ് മുഗൾ ചക്രവർത്തി ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാലയെ തകർത്ത് തരിപ്പണമാക്കിയത്. ലൈബ്രറികൾ കത്തിച്ചു കളഞ്ഞു. 9 നിലകളിൽ തല ഉയർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ നെടും തൂണായ നളന്ദയെ നശിപ്പിച്ചതോടെ ഇന്ത്യ പല നൂറ്റാണ്ട് പിറകിലേക്ക് പോവുകയായിരുന്നു. നളന്ദയിൽ പണ്ട് വേദങ്ങൾ, യുക്തിവാദം, മാത്തമാറ്റിക്സ്, വ്യാകരണം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ആൽക്കമി എന്നിവ പഠിപ്പിച്ചിരുന്നതിന് തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. നശിപ്പിക്കപ്പെട്ട പൗരാണിക നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. AD 427 നളന്ദ സർവകലാശാല സ്ഥാപിതമായത്. ഗുപ്ത രാജവംശത്തിന്റെ ഭരണാധികാരി കുമാർ ഗുപ്ത ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിൽ നളന്ദയെ സംരക്ഷിക്കുന്നതിലും മനോഹരമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ മുന്നിട്ടു നിന്നു. സ്ഥാപിതമായി ഏകദേശം 700 വർഷത്തോളം നളന്ദ ലോകത്തിലെ ഏറ്റവും പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായി തുടർന്നു. വർഷം തോറും അതിന്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-ഓളം വിദ്യാർത്ഥികൾ നളന്ദ സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു. മതം, തത്വചിന്ത, യുക്തി, പെയിന്റിംഗ്, വാസ്തുവിദ്യ, ബഹിരാകാശ ശാസ്ത്രം, ലോഹശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലെ പഠനങ്ങളുടെ കേന്ദ്രമായി നളന്ദ മാറി. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ സ്ഥാപിതമായി 100 വർഷത്തിനുള്ളിൽ മെഡിക്കൽ സയൻസ് പഠനത്തിൽ നളന്ദ സർവകലാശാല ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി. ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം ആയുർവേദത്തെക്കുറിച്ചും ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിന്റെയും ഒപ്പം ജ്യോതിശാസ്ത്രത്തിന്റെയും പഠനത്തിലും നളന്ദ സർവകലാശാല പ്രശസ്തി നേടി. 6-ാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാലയുടെ തലവനായിരുന്നു ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആര്യഭടൻ. ഗണിതശാസ്ത്രത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും എല്ലാ സിദ്ധാന്തങ്ങളും നളന്ദയിലൂടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ ഷുവാൻ സാങ് ഇന്ത്യയിൽ വന്നപ്പോൾ നളന്ദ സർവകലാശാലയും സന്ദർശിച്ച കൂട്ടത്തിൽപ്പെടുന്നുണ്ട്. പ്രൊഫസറായും അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചു. ചൈനയിൽ തിരിച്ചെത്തിയ അദ്ദേഹം നിരവധി ബുദ്ധമത ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതായും രേഖകളുണ്ട്. നളന്ദ സർവകലാശാല 1193 വരെ നിലനിന്നിരുന്നു. തുർക്കി ആക്രമണകാരിയായ ബക്തിയാർ ഖിൽജിയാണ് നളന്ദ ആക്രമിച്ചത്. സർവകലാശാല മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. നളന്ദ സർവകലാശാലയെ ഖിൽജി ആക്രമിച്ചപ്പോൾ അതിന്റെ 3 നിലകളുള്ള ലൈബ്രറിയിൽ ഏകദേശം 80 ലക്ഷത്തോളം പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതികളും ഉണ്ടായിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഗ്രന്ഥശാലയിൽ തീയിട്ട ശേഷം 3 മാസത്തോളം പുസ്തകങ്ങൾ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് വിവരങ്ങൾ. നളന്ദ സർവകലാശാലയിൽ ബുദ്ധമതവും ഹിന്ദുമതവും തഴച്ചു വളരുന്നത് ഇസ്ലാമിന് ഭീഷണിയാണ് എന്ന് ഖിൽജിക്ക് തോന്നി. എന്തു വില കൊടുത്തും ഇത് തടയാൻ ഖിൽജി ആഗ്രഹിച്ചിരുന്നു എന്ന് പേർഷ്യൻ ചരിത്രകാരനായ മിൻഹാജുദ്ദീൻ സിറാജ് തന്റെ തബഖത്ത് ഇ നസ്രി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നളന്ദ സർവകലാശാലയിൽ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസത്തിനായി ഖിൽജി ആദ്യം സമ്മർദ്ദം ചെലുത്തി, തുടർന്ന് ആക്രമിച്ചു. അപ്രാകൃത നടപടിയിൽ സർവകലാശാലയാകെ തകർന്നു. ആയിരക്കണക്കിന് പണ്ഡിതന്മാരും ബുദ്ധസന്യാസിമാരും കൊല്ലപ്പെട്ടു. ഇവയ്ക്കെല്ലാം ഒരു മാറ്റം വരുത്തുകയാണ് വീണ്ടും നളന്ദ സർവകലാശാലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.